ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. ഞാൻ എഴുന്നേറ്റാഴും ഉണ്ടത്രേ. എഴുന്നേറ്റിട്ട് എന്ന് പറയാൻ ഞാൻ അതിരാവിലെ ഒന്നും എഴുന്നേറ്റൊന്നല്ല ഈ കാണുന്നത്. ഒരു 10 മണി 10:30 അടുപ്പിച്ചില്ല ഇതൊരു സമയം. അതിന് ശേഷം രാവിലെ തന്നെ ഞാനൊരു പാട്ടച്ചായ കുടിക്കും. ഒരു പാട്ടച്ചായ അങ്ങനെ മനസ്സിലായില്ലേ? പക്ഷെ എൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് അത്രയും ചായ ഇങ്ങനെ പതപ്പിച്ച് കുടിക്കണം, അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം റോമിയായി സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ മാത്രം മനസ്സിലാക്കുന്ന ചില ഭാഷകൾ ഉപയോഗിച്ച് ഞങ്ങൾ സംസാരിച്ചു. പിന്നെന്താ, അതിന് ശേഷം ഞാനിങ്ങനെ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിനൊക്കെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ലേ. അമ്മ എപ്പം പറയും 24 മണിക്കൂർ ഫോണും കുത്തി ഉള്ളിലിരിക്കാണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കുന്നു. ഇന്നല്ലേ ഇപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയ സമയത്താണ് ഇതിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ അടക്കം ഉണക്കാനായിട്ടെല്ലാം കണ്ടത്. ബിസിനസ് എന്താ പറയുക. പിന്നെ രാവിലെ തന്നെ ഞാൻ കഴിച്ചത് ചോറാണ്. ചോറും എന്തോ ഞായറാഴ്ചകളിൽ ഞാൻ ചോറാണ് മോസ്റ്റ്ലി രാവിലെ കഴിക്കാറ്. എന്തേന്ന് വെച്ചാൽ അമ്മ ചായക്കടിയെല്ലാം ഉണ്ടാക്കുവേ, അതുകൊണ്ടല്ല. എന്നാലും എനിക്കിഷ്ടം ചോറ് കഴിക്കാനാണ്. ചോറാകുമ്പോൾ വയറ് വേഗം നിറയും, അങ്ങനെയൊരു കൺസെപ്റ്റാണ്. പിന്നെ ഉണക്ക വറവുണ്ടായിന്. ഇതേതാ മുള്ളൻ ഉണക്കോ എന്തോ സാധനം അത്. പിന്നെ മുട്ട ഓംലേറ്റ്. പിന്നെ ഇതെന്ത് ഈ മഞ്ഞക്കറി, ഉരുളക്കിഴങ്ങ് വറവാന്ന് തോന്നുന്നു. കണ്ടിട്ടതൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെന്താ, വേറെന്തോ ഒരു കറി കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഉണ്ടായത് എനിക്കൊന്ന് പരിപ്പ് കറിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ലേ അപ്പോൾ. അതേ കിടക്കണം പരിപ്പ് കറി. എനിക്കിങ്ങനെ പരിപ്പ് കറിയില്ല, എനിക്ക് ഈ അരച്ച് കൂട്ടിയ കറികളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അരവ് കുറവാണ്, അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ അതൊക്കെ തിന്ന് വയറൊക്കെ നിറച്ച് ഞങ്ങൾ നേരെ കാനേക്ക് പോവുകയാണ്. വീട്ടിൽ പിള്ളേർ പൊന്നും കുഞ്ഞോളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ചില്ലടിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങ് പോവുകയാണ്. ഒരു 2-3 ആഴ്ചയായി അങ്ങോട്ട് പോയിട്ട്. എപ്പം തിരക്കോ എന്തെങ്കിലും തിരക്കുണ്ടാവും, അപ്പോൾ പോകാനേ പറ്റില്ല. അപ്പം അമ്മ ഈ ആഴ്ച എന്തായാലും പോകണം അങ്ങ് നിർബന്ധം പിടിച്ചിന്. അപ്പോൾ നമ്മളങ്ങ് പോവുകയാണ്. പിന്നെന്താ, പോയാട് ഞാൻ കണ്ടത് എനിക്ക് ഈ ചെറിയ കുട്ടികളുടെ ഇങ്ങനത്തെ ഈ എന്താ പറയുക പെന്നോ പെൻസിലോ അങ്ങനത്തെ അവർ ഭയങ്കര അടിപൊളിയാക്കി എടുത്ത് വെക്കുന്ന സാധനങ്ങൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് അതങ്ങനെ എടുത്ത് നോക്കും. അതിപ്പോഴും എനിക്കൊരു കൗതുകമാണ്. പിന്നെ ഞാൻ പോകുമ്പോഴത്തേന് അമ്മായി അവിടെ ചോറ് വാർക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിന്. കിട്ടിയതൊക്കത്തിന് ഞാനതങ്ങ് ഷൂട്ട് ചെയ്തു. മറ്റേ നമ്മൾ പുറത്തടുപ്പിലും അകത്തും വെക്കും. ചോറൊക്കെ അവിടെ പുറത്തടുപ്പിലാന്ന് വെക്കൽ. പിന്നെന്താ, വെറുതെ അത്രയും ഗ്യാസ് കളയണ്ടല്ലോ. പിന്നെ അമ്മായി വളയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക ഫാൻസിയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പിന്നെ അതിന് ശേഷം കിടക്കുന്നൊരു വാഴ വെക്കില്ല. അമ്മമ്മ ഇരുന്നെടുത്ത് പഴുത്തൊക്കെ എടുത്ത് കഴിച്ചോളാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എന്താ പറയുക എൻ്റെ പ്രഥമ എന്താ പറയുക ലക്ഷ്യം അതിൻ്റെ ചുമ്മാ വീഡിയോ എടുക്കാമെന്നില്ല മാത്രമായിരുന്നു. പിന്നെ മീൻകറി, അമ്മായി അടിപൊളിയായിട്ട് മീൻകറി വെക്കുന്നുണ്ട്. നല്ല എനിക്ക് ഈ ചുവന്ന, അതായത് അധികം വറുത്തരക്കാത്ത എന്നാൽ ചുവന്ന കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, അമ്മമ്മ എന്തോ തമാശ പറയുകയാണ്. അമ്മമ്മയുടെ കൈ ഇപ്പോൾ വയ്യാണ്ടിരിക്കുക കേട്ടോ. ഒരു കൈ അതാണ് അമ്മമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കൈ മറ്റേ കൈ പൊക്കണമെങ്കിൽ ഒരു കൈ പൊക്കണമെങ്കിൽ മറ്റേ കൈയുടെ ഹെൽപ്പ് വേണം, അങ്ങനെ എന്തെല്ലോ അമ്മമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പരാതിയും വിഷമവും അമ്മമ്മ പറയുന്നുണ്ടായത്. പിന്നെ അതിന് ശേഷം എന്താ പറയുക, പിന്നെന്താ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈടുത്തെ, അതായത് എൻ്റെ കാനേ വീട്ടിലായാലും ശരി, എൻ്റെ അടുത്ത വീട്ടിലായാലും ശരി, ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് കപ്പക്ക, അതായത് പപ്പായ. അതിനൊരു ക്ഷാമവുമില്ല, ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അത് വെച്ച് എന്താ പറയുക പുളിശ്ശേരി വെക്കുക, വറവുണ്ടാക്കുക,
വേറെ ഓലം വെക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. പിന്നെ അതിന് ശേഷം എനിക്കൊരു എന്താ പറയുക, ഞാനൊരു മാലേൻ്റെ വീഡിയോ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കാനുണ്ടായിനി. അത് അതിന് ശേഷം പിന്നെ ഞാനെന്ത് ചെയ്തേ, പിന്നെ നമ്മൾ എന്തൊക്കെയോ ഇന്ന് ഈ ദിവസം കുറേ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തിനി. അതിലൊന്നാണ് പിന്നെ കുഞ്ഞോളെന്തോ പുതിയ സാധനം കൊണ്ട് കാണിച്ചു തന്നു. പേരക്കയിൽ പുളിയും പറങ്ങിപ്പൊടിയും ഉപ്പൊക്കെ വിട്ട് എന്തൊക്കെയോ സാധനം, എന്തോ ഒരു സാധനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓളത് തിന്ന് ഛർദ്ദിച്ചു. ഇത് വേറെ കാര്യം. പിന്നെ അങ്ങനെ നമ്മൾ പലതും പരീക്ഷിക്കും, പലതും ചിലത് സക്സസ് ആവും, ചിലത് സക്സസ് ആവില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ സക്സസ്ഫുള്ളി സെറ്റാക്കിയ സാധനമാണ് ബൺ മസ്കയും ഇറാനി ടീയും. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആക്ച്വലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളത് അത്ര ആത്മാർത്ഥതയോടെ പണിയെടുത്തിയായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചാണ് എന്താണെന്നൊരു വെറൈറ്റി ആയിട്ട് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പൊന്നു പറഞ്ഞു, ഒരു കാര്യം ചേച്ചി, നമുക്ക് മറ്റേ ഇപ്പോഴത്തെ വെറൈറ്റി സാധനം തന്നെ അങ്ങ് പിടിക്കാം. ഞങ്ങളത് ട്രൈ ചെയ്തു. അതിന് ശേഷം വീട്ടിലെത്തി ഫുഡ് കഴിച്ചു.